ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. പരാജയഭീതി കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിക്കുന്നത്. TG നന്ദകുമാറിന്റെ ആരോപണങ്ങൾ തന്റെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടില്ലെന്നും അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് CPIM തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുമെന്നും CPIM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്നും UDF സ്ഥാനാർത്ഥി ആന്റണി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു. സ്ഥലത്തില്ലാത്തവരും വോട്ട് ചെയ്യാൻ എത്തിച്ചേരാൻ കഴിയാത്തതായ പ്രവാസികൾ പുറത്ത് ജോലി ചെയ്യുന്നവർ അവരുടെ എല്ലാം പേരിൽ ഫേക്ക് ആയിട്ടുള്ള ID കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മോപ്പോളിൽ വിവിപാറ്റിൽ താമര ചിഹ്നത്തിന് അധികമായി സ്ലിപ്പ് വന്നതിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നും തോൽക്കുമെന്ന വിഭ്രാന്തിയാണ് ആന്റണിക്കെന്നുമായിരുന്നു NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രതികരണം. എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ പൂർണ്ണ വിശ്വാസമാണ്. പണ്ടൊക്കെ ഈ ബൂത്ത് ക്യാപ്ചറിംഗ് എല്ലാം നോർമലായിരുന്നു. പക്ഷേ ഇന്ന് EVM ഒക്കെ വന്നു കഴിഞ്ഞ് ടെക്നോളജിയുടെ ഇൻ്റഗ്രേഷനൊക്കെ കഴിഞ്ഞോടെ ഇന്ത്യയിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ വളരെ നന്നായിട്ട് വർഷങ്ങളായിട്ട് ഇലക്ഷനൊക്കെ നടത്തുന്നുണ്ട്. ആന്റണി സംസാരിക്കുന്നത് വിഭ്രാന്തി പൂണ്ടതാണ്. ഇന്ന് EVM കുറ്റം പറയുന്നു, കള്ളവോട്ടർമാരെ കുറ്റം പറയുന്നു. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. തന്റെ വിജയം തടയാനുള്ള കഴിവ് എതിരാളികൾക്കില്ലെന്നും TG നന്ദകുമാറിന്റെ ആരോപണങ്ങൾ തന്റെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടില്ലെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. എന്നെ കണ്ടിട്ട് ആത്മവിശ്വാസം തകർന്നൊരു വ്യക്തിക്ക് പോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിലൊന്നും ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഒപ്പോസിഷൻ എൻ്റെ മൊമെന്റം സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കും. പക്ഷെ എന്നെ തടയാനൊന്നും ശ്രമിക്കില്ല. അതിനൊന്നും ആർക്കും കേപ്പബിലിറ്റി ഇല്ല. പരാജയ ഭീതി കൊണ്ടാണ് UDF കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നതെന്ന് CPIM ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.